സോ ലിസണിങ്ങിനെ സംബന്ധിച്ച് ഒത്തിരിയധികം ഡൗട്ട്സ്, അതുപോലെ തന്നെ ലിസണിങ്ങിൽ എങ്ങനെ സ്കോർ കൂടുതൽ വാങ്ങിക്കാം, പ്രാക്ടീസ് ചെയ്തിട്ടും സ്കോർ കിട്ടുന്നില്ല, എവിടെയാണ് സ്കോർ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല, ഇങ്ങനെ ഒത്തിരി കൺസേൺസ് ഉണ്ടാവാറുണ്ട്. ഓൾറെഡി ഒരു ഐഡിയ ആയിട്ട് നമ്മളത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പം വാട്ട് വിൽ ഹാപ്പൻ, വൺ മോർ തിങ് വിൽ ഓൾസോ ഹാപ്പൻ. ദിസ് വിൽ ഹെൽപ്പ് യു സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് അലേർട്ട് ടു കീ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതേ ഒരു മീനിങ്ങോടുകൂടെ വ്യത്യസ്തമായുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പറയാം എന്നുള്ള രീതിയിലും നിങ്ങൾക്കത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്കോർ ഗുഡ്. ഓക്കെ, ഹായ് എവ്രി വൺ, എൻട്രി OETയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മളിന്ന് മീറ്റ് ചെയ്യുന്നത്. സോ ഓൾമോസ്റ്റ് കാൻഡിഡേറ്റ്സിനൊക്കെ ഡൗട്ടുള്ള കൺസേൺസ് ഉള്ള ടോപ്പിക്സുമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ ഓൾമോസ്റ്റ് കൺസേൺസ് വന്ന മറ്റൊരു OETയിലെ തന്നെ മറ്റൊരു മൊഡ്യൂളാണ് OET ലിസണിങ്. സോ ലിസണിങ്ങിനെ സംബന്ധിച്ച് ഒത്തിരിയധികം ഡൗട്ട്സ്, അതുപോലെ തന്നെ ലിസണിങ്ങിൽ എങ്ങനെ സ്കോർ കൂടുതൽ വാങ്ങിക്കാം, പ്രാക്ടീസ് ചെയ്തിട്ടും സ്കോർ കിട്ടുന്നില്ല, എവിടെയാണ് സ്കോർ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല, ഇങ്ങനെ ഒത്തിരി കൺസേൺസ് ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ OET ലിസണിങ്ങിൻ്റെ എന്തൊക്കെ ടിപ്സ്, വളരെ സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഉണ്ട്. ഈ ടിപ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ OET ലിസണിങ്ങിന് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. സോ അങ്ങനെയുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ വാച്ച് ദ വീഡിയോ ത്രൂ ഔട്ട്. വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒത്തിരി അധികം ബെനഫിഷ്യൽ ആയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ മാസ്റ്ററിങ് OET ലിസണിങ് എങ്ങനെ മാസ്റ്റർ ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് അതിൽ നല്ലൊരു സ്കോർ, എങ്ങനെ നിങ്ങളുടെ എറേഴ്സും അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസും എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ സ്കോർ വാങ്ങിക്കാം, അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്കിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനൊരു ഫോളോ അപ്പ് വീഡിയോ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ആണ് ഈ വീഡിയോ. സോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം, വിച്ച് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദി കൺസൾട്ടേഷൻ കോണ്ടെക്സ്റ്റ്. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. സോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബിഫോർ യു ലിസൺ, റീഡ് ദ കോണ്ടെക്സ്റ്റ് സെൻറ്റൻസ് പ്രൊവൈഡഡ്. ഇറ്റ് ഗിവ്സ് യു എ ഹെഡ് അപ്പ് ഓൺ ഹൂ യു വിൽ ഹിയർ ആൻഡ് വാട്ട് ദ സെറ്റിംഗ് ഇസ്. എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾക്കൊരു ലിസണിങ്ങിന് നിങ്ങളൊരു ഓഡിയോ ക്ലിപ്പ് കേൾക്കും അല്ലേ. സോ ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാകും അല്ലേ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ടൈം തരുന്നുണ്ടാകും. ഇതിന് ശേഷമായിരിക്കും ഓഡിയോ ക്ലിപ്സ് പ്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും. എന്തിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കുമല്ലോ, നേഴ്സോ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഡോക്ടറോ നേഴ്സോ തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കുമല്ലോ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഈ കോൺവെർസേഷനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രൊഫഷണൽസ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അല്ലേ. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതൊരു ഡെൻറ്റിസ്റ്റും പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷനാണോ, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു GPയും പേഷ്യൻറ്റും ഉള്ള കോൺവെർസേഷനാണോ, അങ്ങനെ എന്ത് പ്രൊഫഷനാണ്, എന്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏത് മെഡിക്കൽ പ്രൊഫഷണലാണ് ഈ കോൺവെർസേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ച് നേരത്തെ തന്നെ ഓക്കെ എന്ത് തരത്തിലുള്ള കോൺവെർസേഷനാണ് ഞാൻ കേൾക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയയിലേക്ക് എത്താനും ആ ഒരു പർട്ടിക്കുലർ മെഡിക്കൽ പ്രൊഫഷണലിനെ സംബന്ധിക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കും നിങ്ങൾ കൂടുതൽ കേൾക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതൊരു ട്രിക്കാണ്, നിങ്ങൾക്ക് ലിസണിങ്ങിൽ സ്കോർ പോകാതിരിക്കാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് തന്നെയാണ്. സോ ഈ കോൺവെർസേഷൻ, ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നത് വഴി ഇറ്റ് ഗീവ്സ് യു ഹെഡ് അപ്പ് ഓൺ ഹൂ വിൽ ഹിയർ ആൻഡ് വാട്ട് ദ സെറ്റിംഗ് ഇസ്. അപ്പോൾ സെറ്റിംഗ് എന്തായിരിക്കും, നിങ്ങൾ ഏത് തരത്തിലുള്ള മെഡിക്കൽ പ്രൊഫഷണലിനോടായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കേൾക്കുന്നത്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ഇറ്റ്സ് എ ഡെന്റിസ്റ്റ് ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ്, യു ക്യാൻ ആൻറ്റിസിപ്പേറ്റ് ഹിയർ ഇൻ ടേംസ് റിലേറ്റഡ് ടു ഡെൻറ്റൽ കെയർ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് ഒരു ഡെൻറ്റിസ്റ്റും ഒരു പേഷ്യൻറ്റും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കോൺവെർസേഷനാണ് അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ ലിസൺ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം, ഓക്കെ ഡെൻറ്റിസ്റ്റ് ആണ് സംസാരിക്കാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി ഡെൻറ്റിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസും ടേംസും ഒക്കെ ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പാർട്ട് എയിൽ. ഓക്കെ, സോ നമ്മൾ ലിസണിങ്ങിൻ്റെ പാർട്ട് എയിൽ എങ്ങനെ സ്കോർ വാങ്ങിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഡെൻറ്റിസ്റ്റ്, അപ്പോൾ ഡെൻറ്റിസ്റ്റും ഒരു പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷനാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ചെയ്യാനാണല്ലേ. നിങ്ങൾക്ക് വിട്ടുപോയിട്ടുള്ള സെൻറ്റൻസസ് അല്ലെങ്കിൽ വേർഡ്സ് നിങ്ങൾക്ക് ഫിൽ ചെയ്താൽ മതി.
സോ അത് ഡെൻറ്റിസ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയോ ക്ലിപ്സ് ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്കിത് ഫോളോ അപ്പ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഏത് കോൺവെർസേഷനാണ് ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഏത് മെഡിക്കൽ പ്രൊഫഷണലായിട്ടാണ് കോൺവെർസേഷൻ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും അതനുസരിച്ചിട്ടുള്ള വാക്കുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലും മിസ് ഔട്ട് ആവാതെ തന്നെ നിങ്ങൾക്ക് ഈ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മൂവ് ടു ദ നെക്സ്റ്റ്. സോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം, വിച്ച് ഇസ് പ്രെഡിക്റ്റ് ആൻഡ് ആൻറ്റിസിപ്പേറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ടിപ്പിൽ നമ്മൾ എന്താ പറഞ്ഞത്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് മെഡിക്കൽ പ്രൊഫഷണൽസ് ഏത് മെഡിക്കൽ പ്രൊഫഷണലാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ആ മെഡിക്കൽ പ്രൊഫഷണലായിട്ട് റിലേറ്റ് ചെയ്യുന്ന വാക്കുകളോ, ഡെൻറ്റിസ്റ്റ് ആണെങ്കിൽ ഡെൻറ്റിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫ്രേസസോ ടേംസോ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടുന്നുണ്ടല്ലേ. ആദ്യം തന്നെ കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് ദേ വിൽ ബി പ്രൊവൈഡിങ് വിത്ത് ഫ്യൂ സെക്കൻഡ്സ്. എന്തിനാണ്? റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ഓഡിയോ ക്ലിപ്സ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നോട്ട് ഓൺലി ദ ഹെഡിങ്സ് ബട്ട് അതിൽ ത്രൂ ഔട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾക്കറിയാം ബോൾഡായിട്ട് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ടാവും. ആ ബോൾഡായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഹെഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹെഡിങ്സ് ആണ് ബോൾഡായിട്ട് നമുക്ക് തന്നിട്ടുള്ള ആ വേർഡ്സ് ആണ് ഹെഡിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്സ് ഉണ്ടാകും. അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടാകും അല്ലേ. അത് നല്ല തറവായിട്ട് നിങ്ങൾ വായിക്കുക. ഓക്കെ, അത് ഓഡിയോ ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കരുത് ഒരിക്കലും. ബിക്കോസ് അത് ഓൾറെഡി വായിച്ചു വെക്കുന്നത് നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണത് ഹെൽപ്പ് ചെയ്യുന്നത്, അത് ഓൾറെഡി വായിച്ച് വെക്കുന്നത് നമുക്ക് നോക്കാം. ട്രൈ ടു പ്രെഡിക്റ്റ് ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് മൈറ്റ് ഫിൽ ദ ഗ്യാപ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണല്ലേ OET ലിസണിങ്ങിലാണെങ്കിലും ഏത് മൊഡ്യൂളിലാണെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു പേഷ്യൻറ്റിന് ഹെഡേക്ക് ആണെങ്കിൽ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയുള്ള മെഡിക്കേഷൻ്റെ പേര് നിങ്ങൾക്കറിയാം ആയിരിക്കും അല്ലേ. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് ഓക്കെ ഈ മെഡിസിൻസ് ഒക്കെ ആയിരിക്കാം ഹെഡേക്കിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഓക്കെ എന്തെങ്കിലും ഒരു സിംറ്റത്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ സിംറ്റം അതൊരു എന്ത് മെഡിക്കൽ കണ്ടീഷൻ ആണെന്ന് ചിലപ്പോൾ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് മുന്നേ ഉള്ള ഹെഡിങ്സോ മിസ്സിംഗ് ആയിട്ടുള്ള വേർഡ്സിന് മുന്നേ തന്നിട്ടുള്ള വാക്കുകളൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. അപ്പോൾ ഈ മിസ്സിംഗ് ആയിട്ടുള്ള വാക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ആ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതോ നിങ്ങൾ ഇമാജിൻ ചെയ്തതോ ആയ വാക്കുകൾ തന്നെ ആയിരിക്കാം അവർ പറയുന്നത്. സോ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഗ്യാപ്സ് ഫില്ല് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും നിങ്ങളെ അത് ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യും. സോ ട്രൈ ടു പ്രെഡിക്റ്റ് ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് മൈറ്റ് ഫിൽ ദ ഗ്യാപ്സ്. ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യുക ഓക്കെ ഇതായിരിക്കും ഹെഡേക്കിന് മെഡിസിനാണ് ഇവർ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇന്ന മെഡിസിൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മെഡിക്കൽ കണ്ടീഷൻ്റെ സിംറ്റംസിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇന്ന സിംറ്റംസ് ആയിരിക്കാം എന്ന് നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് അവർ പറയുന്നുണ്ടോ എന്നുള്ളത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും കുറേയൊക്കെ അത് ഫെമിലിയർ ആയിരിക്കും, കുറേയൊക്കെ നമുക്ക് സിമിലർ തന്നെ ആയിരിക്കും. നിങ്ങളിനി ഒത്തിരിയധികം പ്രാക്ടീസും കൂടെ ചെയ്തിട്ടുള്ളൊരു പ്രൊഫഷണൽ ആണ് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ദിസ് വിൽ ഹെൽപ്പ് യു സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് അലൈവ് ടു കീ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഈ ഗ്യാപ്പിൽ വരാൻ സാധ്യതയുള്ള ഇൻഫർമേഷൻ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഓൾറെഡി ഒരു ഐഡിയ ആയിട്ട് നമ്മളത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, വൺ മോർ തിങ് വിൽ ഓൾസോ ഹാപ്പൻ. ദിസ് വിൽ ഹെൽപ്പ് യു സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് അലേർട്ട് ടു കീ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ അത് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും എന്തൊക്കെയാണ് കീ ഡീറ്റെയിൽസ് എന്നുള്ളതിലേക്ക് കുറച്ചുകൂടെ അലേർട്ടായിട്ട് നിങ്ങൾക്കത് ശ്രദ്ധിക്കാനും നിങ്ങളത് help you. So obviously this is a golden tip that you can follow to score good in OET listening part A. So we'll move to the last tip of this part. Okay, അതെന്താ നമുക്ക് നോക്കാം, which is listen for synonyms and paraphrasing. Okay, paraphrasing and synonyms ഇത് നമുക്ക് OETയിലെ റീഡിങ്ങിലും നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് തന്നെയാണ്. കാരണം ഇത് കുറച്ചുകൂടെ നമ്മൾക്ക് ലിസണിങ്ങിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്.
അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ വിൽ റീഡ് ഇറ്റ്. റിമെമ്പർ ദി വേർഡ്സ് യു ഹിയർ മേ നോട്ട് ബി ദ എക്സാക്ട് വേർഡ്സ് യു നീഡ് ടു റൈറ്റ് ഡൗൺ. ലിസൺ ഫോർ സിനോണിംസ് ഓർ പാരഫ്രൈസ്ഡ് വേർഷൻ ഓഫ് ദ ടേംസ് ഇൻ ദ നോട്ട്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുള്ള വാക്കുകളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാരാഫ്രൈസ്ഡ് ആയിട്ടുള്ള വേർഷൻസും അല്ലെങ്കിൽ അതിൻ്റെ സിനോണിംസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കുന്ന എക്സാക്ട്ലി സെയിം വാക്കുകൾ തന്നെ നിങ്ങൾക്കിപ്പോൾ റീഡിങ്ങിലുള്ള സെനാറിയോ തന്നെയാണിത്. എക്സാക്റ്റ് സെയിം ആ വാക്കുകൾ തന്നെ നമ്മൾ കേൾക്കണം എന്നില്ല. ചിലപ്പോൾ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള സിനോണിംസോ അതേ മീനിങ് വരുന്ന മറ്റൊരു വാക്കുമൊക്കെ ആയിരിക്കും ഇവർ ഓഡിയോ ക്ലിപ്പിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയോ നമ്മളല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ സംഭവിക്കാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് തന്നെ എക്സാക്റ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തൊരു വാക്ക് തന്നെ അവിടെ വരണം എന്നില്ല. ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണ്, അതിൻ്റെ തന്നെ ഏകദേശം ഒരു സിമിലർ മീനിങ് ഉള്ള സിനോണിമോ അല്ലെങ്കിൽ പാരാഫ്രൈസ്ഡ് ആയിട്ടുള്ള മറ്റൊരു വാക്കോ സെൻറ്റൻസോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, എക്സാക്ട്ലി സെയിം വാക്ക് തന്നെ അല്ലെങ്കിലും അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ആ ഒരു പോയിൻറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിലുമായിട്ട് സിമിലർ ആയിട്ടുള്ള വേറൊരു വാക്കോ വേറൊരു സെൻറ്റൻസൊക്കെ അവിടെ വരാമെന്നുള്ളത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളെ ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യും. സോ ലിസൺ ഫോർ സിനോണിംസ് ഓർ പാരാഫ്രൈസ്ഡ് വേർഷൻസ് ഓഫ് ദ ടേംസ് ഇൻ ദ നോട്ട്സ്. തന്നിട്ടുള്ള നോട്ട്സിൽ അതിൽ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സാക്ട്ലി ആ വാക്ക് തന്നെയോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള എന്ത് വാക്കും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ ഓഡിയോ ക്ലിപ്പ് ലിസൺ ചെയ്യേണ്ടത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ നോട്ട് സേസ് പെർസിസ്റ്റൻറ്റ് ഹെഡേക്സ് യു മൈറ്റ് ഹിയർ ഹെഡേക്ക് ജസ്റ്റ് വോണ്ട് ഗോ അവേ. ഓക്കെ, അപ്പോൾ പെർസിസ്റ്റൻറ്റ് ഹെഡേക്ക് എന്നുള്ളൊരു വേർഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പെർസിസ്റ്റൻറ്റ് ഹെഡേക്കിനെ റിലേറ്റ് ചെയ്തിട്ട് പല രീതിയിലും അതേ മീനിങ് വരുന്ന ഒത്തിരി അധികം വാക്കുകൾ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. അതായത് ഇപ്പം പെർസിസ്റ്റൻറ്റ് ഹെഡേക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വീണ്ടും വീണ്ടും ഹെഡേക്ക് വരിക, നിർത്താതെ ഹെഡേക്ക് വരിക, കോൺസ്റ്റൻ്റ് ആയിട്ട് ഹെഡേക്സ് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പെർസിസ്റ്റൻറ്റ് ഹെഡേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയയെ പല രീതിയിൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ സിനോണിംസ് ഉണ്ടാകാം, ഏതൊക്കെ രീതിയിൽ ഈ ഒരു സെൻറ്റൻസിനെ പാരാഫ്രൈസ് ചെയ്യാം, സെയിം മീനിങ്ങോട് കൂടെ തന്നെ വ്യത്യസ്തമായ വാക്കുകളും സെൻറ്റൻസുകളും ഗ്രാമറും ഒക്കെ യൂസ് ചെയ്ത് ഈ സെയിം വേർഡിനെ ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് സിനോണിമും അല്ലെങ്കിൽ റീഫ്രൈസ് ചെയ്ത് പാരാഫ്രൈസ് ചെയ്ത് യൂസ് ചെയ്യാമോ അതെല്ലാം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കേൾക്കുന്നത് ഇപ്പം പെർസിസ്റ്റൻറ്റ് ഹെഡേക്ക് ഉണ്ട് എന്നായിരിക്കാം, പക്ഷേ ഹെഡേക്ക് ജസ്റ്റ് വോണ്ട് ഗോ അവേ, ഹെഡേക്ക് പോകുന്നില്ല എന്നുള്ളതായിരിക്കാം ഓഡിയോ ക്ലിപ്പിൽ പേഷ്യൻ്റ് പറയുന്ന ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് എ സിമിലർ മീനിങ് ബട്ട് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പാരാഫ്രൈസ്ഡ് വേർഷൻ, റീഫ്രൈസ്ഡ് വേർഷൻ. അപ്പോൾ ഇങ്ങനെ റീഫ്രൈസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതേ ഒരു മീനിങ്ങോട് കൂടെ വ്യത്യസ്തമായുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പറയാം എന്നുള്ള രീതിയിലും നിങ്ങൾക്കത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്കോർ ഗുഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സോ ഇതാണ് നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 3 ടിപ്സ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ലിസൺ ഫോർ സിനോണിംസ് ആൻഡ് പാരാഫ്രൈസിങ്. സിനോണിംസ് ലിസൺ ചെയ്യുക, പാരാഫ്രൈസ് ചെയ്തുകൊണ്ട് പാരാഫ്രൈസ്ഡ് ആയിട്ട് വരാൻ എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓൾസോ പ്രെഡിക്റ്റ് ആൻഡ് ആൻറ്റിസിപ്പേറ്റ്. എന്താണ്, നമ്മൾ ഓൾറെഡി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ത്രൂ ഔട്ട് വായിച്ചതിന് ശേഷം ഇന്ന വാക്കുകൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അണ്ടർസ്റ്റാൻഡ് ദ കൺസൾട്ടേഷൻ കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് കോണ്ടെക്സ്റ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഏത് മെഡിക്കൽ പ്രൊഫഷണലുമായിട്ട് അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലുള്ള കമ്മ്യൂണിക്കേഷനാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ ലിസൺ ചെയ്യാൻ പോകുന്നതെന്ന് ഉള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് 3 ഗോൾഡൻ ടിപ്പ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ജസ്റ്റ് പാർട്ട് എ. ഇതിൻ്റെ വേറൊരു പാർട്ടും കൂടെ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം. സോ ഐ ഹോപ്പ് ദ വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടും ഞാൻ വരുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.